കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസത്തിലേക്ക് കടക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, ഷിരൂരിൽ കാണാതായ അർജുനടക്കം 3 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും പുരോഗമിക്കും. എപ്പോഴാണ് തിരച്ചിൽ പുനരാരംഭിക്കുക? വിശദാംശങ്ങൾ. വൃന്ദ, അർജുനായുള്ള തിരച്ചിൽ 12ാം ദിവസത്തിലേക്ക് പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30 തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാകും തിരച്ചിൽ പുരോഗമിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഗംഗാവലി നദിയിൽ ഡൈവേഴ്സ് സംഘം ഇറങ്ങി പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ പുഴയിലെ ശക്തമായ ഒഴുക്കാണ് ഇത്തരത്തിൽ ഈ ഒരു തിരച്ചിലിന് തടസ്സമായി നിലവിൽ ഉള്ളത്. പലവട്ടം ഈ ഡൈവേഴ്സ് സംഘം ഇത്തരത്തിൽ തിരച്ചിൽ നടത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് അവർക്ക് തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോണാർ ഒപ്പം തന്നെ ഐബോർഡ് പരിശോധനകളാണ് നിലവിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പുതുതായി ഒരു 4ാമത് ഒരു സിഗ്നൽ കൂടി ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഈ ഒരു ട്രക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ഭാഗത്തിന് കുറച്ച് സമീപമായാണ് ഈ ഒരു 4ാമത്തെ സിഗ്നലും കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒഴുക്കിനെ തുടർന്ന് ഈ ട്രക്കിന്റെ സ്ഥാനത്തിലുണ്ടായിരുന്ന മാറ്റം കഴിഞ്ഞ ദിവസം കാണിച്ച അതേ സിഗ്നൽ തന്നെയാകും ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി കാണിച്ചതെന്നൊരു നിഗമനത്തിലാണ് നിലവിൽ അധികൃതർ ഉള്ളത്. എന്തുതന്നെയായാലും ഈ 4ാമത്തെ ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചാകും ഇന്ന് പ്രധാനമായും പരിശോധനകൾ നടക്കുക. ഈ മണൽക്കൂനയ്ക്കും ഒപ്പം തന്നെ ഈ കരയ്ക്കും ഇടയിലുള്ള ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ 4ാമത്തെ സിഗ്നൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ ഒരു പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ടിന് മുകളിലാണ്, ഈ 6 നോട്ടിന് മുകളിലാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഡൈവേഴ്സ് സംഘത്തിന് ഈ ഒരു പുഴയിലേക്ക് ഇറക്കി പരിശോധന നടത്താൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു തീരുമാനത്തിലാണ് നിലവിൽ സേനയുള്ളത്. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഒരിക്കലും നിർബന്ധിച്ച് ഇവരെ ഈ ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല, അത് ഇവരുടെ ജീവന് വലിയ ഭീഷണിയാണ് എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടവുമുള്ളത്. ഒരുപക്ഷെ ഒരു 2 അല്ലെങ്കിൽ 3 2 നോട്ടോ അല്ലെങ്കിൽ 3 നോട്ട് ഇതിനടുത്താണ് ഈ ഒരു ഗംഗാവലി പുഴയുടെ ഒഴുക്ക് ഉള്ളതെങ്കിൽ ഒരുപക്ഷെ തിരച്ചിലിന് സാധിക്കും. പക്ഷേ 5.5 മുകളിൽ, അതായത് ഏകദേശം 6 നോട്ടിനടുത്താണ് ഒഴുക്കുള്ളത്. അത്രയും ശക്തമായ ഒരു ഒഴുക്കുള്ള സാഹചര്യത്തിലാണ് നിലവിൽ ഈ തിരച്ചിൽ പുരോഗമിക്കുന്ന. ഈ സാഹചര്യത്തിൽ ഈ തിരച്ചിൽ, അത് ഡൈവേഴ്സ് സംഘത്തെ തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉള്ളത്. അതേസമയം തന്നെ ഇന്ന് പ്രധാനമായും അർജുനെ കണ്ടെത്തുക എന്ന ആ ഒരു ലക്ഷ്യമാണ്. പക്ഷേ അർജുൻ നിലവിൽ ഈ ട്രക്കിനകത്തുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് നിലവിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ട്രക്കിനകത്ത് ഇല്ലെങ്കിൽ അർജുൻ എവിടെ പോയി എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അഥവാ ഈ ട്രക്കിനകത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ ആ ട്രക്കിൽ നിന്നും അർജുനെ പുറത്തെത്തിക്കണം, ക്യാബിൻ ഉയർത്തണം. ഇതൊന്നും അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ സമയമെടുത്ത് മാത്രമേ ഈ ഒരു നടപടികളൊക്കെ തന്നെയും അല്ലെങ്കിൽ പ്രവൃത്തികളൊക്കെ തന്നെയും മുന്നോട്ട് പോകുകയെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനമുള്ളത്. ഇതിന് ഡ്രഡ്ജിംഗ് യന്ത്രം അടക്കം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഉണ്ട്. ഇത് ഗോവയിൽ നിന്നുമാണ് ഇവിടേക്ക് എത്തിക്കേണ്ടത്, കടൽ മാർഗം എത്തിക്കാം എന്ന ഒരു തീരുമാനമാണ്. പക്ഷേ ഇവിടെയും വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥ തന്നെയാണ്. ഈ ശക്തമായ പ്രതികൂല കാലാവസ്ഥയിൽ ഈ ഡ്രഡ്ജിംഗ് യന്ത്രം കടൽ വഴി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുവാനും വലിയ വെല്ലുവിളിയാണ് നിലവിൽ ഉള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ പ്രതികൂലമായി നിൽക്കുന്നത്. എങ്കിലും ഇന്ന് കഴിഞ്ഞ ദിവസം സിഗ്നൽ ലഭിച്ച ആ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പരിശോധനകൾ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതാണ് ഇത്തരത്തിൽ ഈ ഒരു പുഴയിൽ അടിയൊഴുക്ക് ശക്തമാകാനുള്ള സാഹചര്യം. ഇത്തരത്തിൽ ഈ ഒരു ഡൈവേഴ്സ് സംഘം ഈ സംഭവ സ്ഥലത്തേക്ക് ബോട്ടിൽ പലപ്പോഴായി എത്തിയെങ്കിലും അവർക്ക് അവിടെ ബോട്ട് നിലയുറപ്പിച്ച് നിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം ഒരു 4 റൗണ്ടിന് മുകളിൽ ഇവർ ഈ സംഭവ സ്ഥലത്തെത്തുകയും പരിശോധനയ്ക്ക് ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ ബോട്ട് അവിടെ നിലയുറപ്പിച്ച് നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പലപ്പോഴും ബോട്ട് അവിടെ നിർത്താൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെയാണ് പരിശോധന വേണ്ട രീതിയിൽ
കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാതിരുന്നത്. പക്ഷേ ഇന്നും ഇത്തരത്തിൽ പരിശോധനകൾ തുടരും. ഇന്ന് കാലാവസ്ഥ നിലവിലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ ശക്തമായ ഒഴുക്ക് തന്നെയാണ്. ഇന്ന് എത്രത്തോളം ഈ പരിശോധന പുരോഗമിക്കും എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വൃന്ദ, അമൽ, കഴിഞ്ഞ തുടർച്ചയായി 3 ദിവസം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നല്ല മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തിരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട്. ഈ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ചങ്ങാടം കെട്ടിയുള്ള ഒരു തിരച്ചിലാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച വാർത്തകൾ എന്തൊക്കെയാണ്? വൃന്ദ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇന്ന് പരിശോധനകൾ പുരോഗമിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ചങ്ങാടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭവ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ SP ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ രക്ഷാദൗത്യത്തിൽ പ്രധാനപ്പെട്ട സിഗ്നലാണ് കഴിഞ്ഞ ദിവസം ലഭിച്ച ഈ 4ാമത്തെ സിഗ്നൽ. അതിനാൽ തന്നെ ഇത് കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ തുടരുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനാൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഒരു സംഭവ സ്ഥലം, അതായത് സിഗ്നൽ ലഭിച്ച ആ മൺകൂനയ്ക്കും ഒപ്പം തന്നെ കരയ്ക്കുമിടയുള്ള ആ ഭാഗത്തേക്ക് ചങ്ങാടം അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് എത്തി ഡൈവേഴ്സ് സംഘത്തെ ഇവിടെ ഇറക്കി പരിശോധന നടത്തുവാനാകും ഇന്ന് ശ്രമം തുടരുക. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന വെല്ലുവിളിയായിട്ടുള്ളത് ശക്തമായ ഒഴുക്ക് തന്നെയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ സംഭവ സ്ഥലത്ത്, അതായത് ഈ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന നിഗമനമുള്ള ആ ഒരു സ്ഥലത്ത് ശക്തമായ ഒഴുക്കുള്ളത്. ഈ ഒരു ഡൈവേഴ്സ് സംഘം ഇത്തരത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ബോട്ട് നിലയുറപ്പിച്ച് നിർത്താൻ വേണ്ടി നിലവിൽ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ അവർക്ക് ആ ഒരു സംഭവ സ്ഥലത്ത് ഇറങ്ങുവാൻ വേണ്ടി, അതായത് ആ ട്രക്കുള്ള ആ സ്ഥലത്ത് ഇറങ്ങുവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലവിലുള്ളത്. ഇപ്പോൾ വൃദ്ധ സൂചിപ്പിച്ച പോലെ തന്നെ ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾക്കാണ് ഇന്നും സാധ്യതയുള്ളത്. പക്ഷേ അത് എത്രത്തോളം നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നത് വലിയ സംശയം തന്നെയാണ്. 6 നോട്ടിന്, അതായത് ഏകദേശം ഒരു 5.5 നോട്ടിന് മുകളിലാണ് നിലവിൽ ഈ ഒരു പുഴയിലെ ഒഴുക്കുള്ളത്. ഒരുപക്ഷെ ഒരു 3, അതായത് 3 നോട്ട് വരെയാണ് ഒഴുക്കിൻ്റെ ശക്തിയെങ്കിൽ പോലും പലപ്പോഴും ഈ ഡൈവേഴ്സ് സംഘത്തിന് ഇറങ്ങി പരിശോധന നടത്താൻ ഉള്ള സാഹചര്യമാണ്. പക്ഷെ അതിന് മുകളിലേക്ക് നിലവിൽ ഒഴുക്ക് ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ ഡൈവേഴ്സ് സംഘത്തിന് അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ അതിനെ നിർബന്ധിച്ച അത്തരത്തിൽ ഡൈവേഴ്സ് സംഘത്തിന് അവിടെ ഇറക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിൽ ഇന്നത്തെ പരിശോധന എത്രമാത്രം പുരോഗമിക്കുമെന്നതൊക്കെ നമുക്കിന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വൃന്ദ, ശരി. അർജുനായുള്ള 12ാം ദിവസത്തെ തിരച്ചിൽ സമയത്തിനകം പുരോഗമിക്കും. പ്രദേശത്ത് മഴ കനക്കുന്നതാണ് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ.